നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോടൊക്കെ ഒരു പരാതി. അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യങ്ങൾ, അതായത് ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാ നല്ല കാര്യങ്ങളും ഒന്നും തമസ്കരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ചെയ്യാൻ പോയ ഒരു നല്ല കാര്യം വെളിയിൽ വന്നു, ഹൈക്കോടതി പിടിച്ചു, അത് ക്വാഷ് ചെയ്തു. നവകേരള സർവേ, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ നല്ല കാര്യമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അതിൻ്റെ പുകിൽ ഇതുവരെ അടങ്ങിയിട്ടില്ലല്ലോ. അതിൻ്റെ കണക്കും അതും ഇതുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ് വെളിയിലോട്ട്. ആ മുഴുവൻ കള്ളക്കണക്ക് എഴുതി വെച്ചതും അതുപോലെ തന്നെ. പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റി, അവർക്ക് നമ്മുടെ മിക്കവാറും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏതാണ്ടൊക്കെ എഴുതി കൊടുത്ത് കഴിഞ്ഞു. അതുപോലെ ഇരിക്കുക. ഏത് പദ്ധതി വന്നാലും ഒരു പ്രശ്നമില്ല, അങ്ങ് ഊരാളുങ്കൽ ഏൽപ്പിച്ചാൽ മതി. ഇവിടെ PWDക്ക് പകരം യഥാർത്ഥത്തിൽ ഊരാളുങ്കലാണ്. PWD എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ ഇപ്പോൾ ഇല്ല, ഊരാളുങ്കലാണ് എല്ലാം. അപ്പോൾ അതായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നതല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ലത്? വേറെ അല്ലാതെ നിങ്ങൾ ചെയ്തേക്കുന്ന ഏത് നല്ല കാര്യമാണ് തമസ്കരിക്കപ്പെടുന്നത് ഇവിടെ? ഇപ്പം വോട്ടിന് വേണ്ടി അപ്പം പറയുമല്ലോ, 4 വോട്ടിന് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ ഒരുപാട് പേരെ ആക്ഷേപിച്ച് പറയുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തുവാ? ശബരിമല യുവതീ പ്രവേശനത്തിനകത്ത് നിങ്ങൾ U-turn അടിക്കാൻ പോവുകയാണ്. അതിൽ നിലപാട് മാറ്റം. അതെന്തിനാ? 4 വോട്ടിന് വേണ്ടിയല്ലേ? അതല്ല വേറെ വല്ലത്തിനുമാണോ? അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ കേരളത്തിലെ വർഗീയ ലഹളകളും കലാപങ്ങളും ഒന്നും നടന്നില്ലെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പീരീഡിൽ. അത് നിങ്ങളുടെയൊന്നും കഴിവല്ല. അതിന് മുഖ്യമന്ത്രി പറയുന്നത് എന്താ? നമ്മുടെ പോലീസിൻ്റെ കഴിവാണെന്ന്. പോലീസിൻ്റെ കഴിവുകൊണ്ടാണ് വർഗീയ ലഹളയും അതുപോലെ തന്നെ കലാപമൊന്നും ഉണ്ടാവാത്തത്, അല്ലേ? അല്ലാതെ ഇവിടെ സാക്ഷരതയുള്ള ജനങ്ങൾ, ഇവിടെ സാമൂഹികമായിട്ട് ഇപ്പോൾ ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ജനങ്ങളായതുകൊണ്ടല്ല അത് ഉണ്ടാവാതെ, കലാപമൊന്നും ഉണ്ടാവാത്തത്. ആ കലാപങ്ങളെന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് ചില തൽപര കക്ഷികൾ ഇറങ്ങി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് ഇനിയുള്ള കാലത്തൊന്നും കേരളത്തിൽ അങ്ങനെയുള്ള ഒരു വർഗീയ കലാപമൊന്നും ഉണ്ടാകത്തില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ വളരെ സാമൂഹികമായിട്ടുള്ള അവബോധമുള്ള ജനങ്ങളാണുള്ളത്. അപ്പോൾ അവർ ഇപ്പം നന്നായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവർക്ക് കഴിവുണ്ട്. അല്ലാതെ പഴയ കാലമൊന്നും അല്ല ഇപ്പോൾ. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും അല്ല. പിന്നെ വേറെ കാര്യമുണ്ട്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിൻ്റെ ജോലിയല്ലേ ചെയ്യണ്ടേ? അത് ഏതാണ്ട് വലിയ കാര്യം കാണിച്ച പോലാണല്ലോ. നിങ്ങളൊക്കെ ചെയ്യേണ്ട ജോലി തന്നെ നിങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അതിനെപ്പറ്റി ചെയ്യുമ്പോഴും അതിനകത്ത് കൊള്ളയടി നടക്കുമ്പോഴും ഒക്കെ വിളിച്ചു പറയാറുണ്ട്, അതിനെ എതിർക്കാറുമുണ്ട്. അത് തമസ്കരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. നല്ല കാര്യങ്ങളൊന്നും തമസ്കരിക്കപ്പെടുന്നില്ല. എന്തോ നല്ല കാര്യമാണ് ചെയ്തേ. ആശമാരെന്ന് പറയുന്നവർ, ആ പാവങ്ങൾ റോഡിൽ മുട്ടയടിച്ച് അവിടെ കിടന്ന് വെയിലും കൊണ്ടും മഴയും നനഞ്ഞ് സമരം ചെയ്ത് എന്തെങ്കിലും കൊടുത്തു? നിങ്ങൾക്ക് അത്ര വൈരാഗ്യമല്ലായിരുന്നു അവരുടെ അടുത്ത്, ആ സ്ത്രീകളുടെ അടുത്ത്? ആ സ്ത്രീകളോട് കാണിച്ച വൈരാഗ്യത്തിൻ്റെത് നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്, ഒരു സംശയവും വേണ്ട. ഇപ്പോഴും അവർക്ക് അവസാനം കിട്ടിയ എന്താണ്? എല്ലാം കൂടെ ഒരു 33 രൂപ വെച്ച് 2 പ്രാവശ്യമായിട്ട് 66 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്നവർക്കുണ്ടല്ലോ 620 രൂപ കൊടുക്കുന്ന സ്ഥലത്താണ് ഇത്. ഒന്ന് ആലോചിക്കണം. ജയിലിൽ കിടക്കുന്നവന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയാവോ? അങ്ങനെയുള്ളവന്മാർ അവിടെ കിടന്നുകൊണ്ട് ഒപ്പിടാൻ പോലും അവിടെ ഇരുന്നുകൊണ്ട് മുറി ഇരുന്ന് വേറെ ഓരോരുത്തരെ പറഞ്ഞയക്കുന്നവന്മാരുണ്ട് അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ. അങ്ങനെയുള്ളവനും കിട്ടും ഈ 620 രൂപ ഡെയിലി. അവൻ പോയി ഒപ്പിട്ട് കൊടുത്താൽ മതി. അതും അവനെ ഒപ്പിടാൻ എണീക്കത്തില്ല, ആളിനെ പറഞ്ഞേക്കും ഇടാൻ. അതേ ചെയ്യുള്ളൂ. അങ്ങനെ ഉള്ളവന്മാർക്ക് കൊടുക്കുമ്പോഴാണ് ഈ ആശമാർക്ക് അവസാനം 2 പ്രാവശ്യമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് 66 രൂപ ദിവസം എടുത്ത് കൊടുക്കുന്നത്. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്നിട്ടാണ് പറയുന്നത് വലിയ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന്. ഇതൊക്കെയാണോ നല്ല കാര്യം? 4 വോട്ടിന് വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലുള്ള വാരി വേറെ കുറേ വിഭാഗങ്ങൾക്കെല്ലാം കൊടുത്തല്ലോ. ആ കൊടുത്തേക്കുന്ന എല്ലാം ഇത് നിങ്ങൾ 4 വോട്ടിന് വേണ്ടി തന്നെയല്ലേ? അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളും എല്ലാം ചെയ്താലല്ല ഉള്ളൂ പറയുന്നത്.
ഈ ഇലക്ഷൻ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി, ഇലക്ഷന് വേണ്ടി ആളുകളെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ നല്ല കാര്യമായിട്ടൊന്നും ആരും വിളിച്ചു പറയത്തില്ല. അത് കുറ്റമല്ല, അത് മനുഷ്യന് ബോധമുള്ളതുകൊണ്ട് അവർ പറയാത്തതാണ്. അത് തിരിച്ചറിയണം. അല്ലാതെ ഈ നല്ല കാര്യങ്ങൾ തമസ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ബാക്കി പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ചു പറയണം. അത് ജനാധിപത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടത്. അത് വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കുഴപ്പങ്ങൾ, ഏതെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ അത് വിളിച്ചു പറയും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നു, അതിനെക്കുറിച്ച് ആളുകൾ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നു, അതിനകത്ത് നടന്ന വലിയ കള്ളത്തരം, അത് മുഴുവൻ വെളിയിലായി, നാണക്കേടായി, അതുമൊക്കെ ആയി. ഇതൊന്നും തമസ്കരിക്കുന്നില്ലല്ലോ ആരും. ഇതൊക്കെ ആളുകൾ വിളിച്ചു പറയുന്നതല്ലേ ഉള്ളൂ. അവസാനത്തെ ഇടപാടായിരുന്നു ഈ നവകേരള സർവേ. അതങ്ങ് പാളിപ്പോയി. അത് വന്നു, അത് ഹൈക്കോടതി കൈയോടുകൂടി പിടികൂടി ആയിട്ട് സർക്കാരിനെ നന്നായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പോരെ നിങ്ങൾക്കിതൊക്കെ? ഇത്രയൊക്കെ കിട്ടിയാൽ പോരെ? ഇനിയും വേണം. ഇനി വേണമെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും പുതിയ പുതിയ പരിപാടികൾ വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കണം. ഇത് നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല. നല്ല കാര്യങ്ങൾ, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രി ആക്കിയേക്കുന്ന ഇവിടുത്തെ ജനങ്ങളാണ്, വേറെ ആരുമല്ല. അല്ല നമുക്ക് ജന്മാവകാശം കിട്ടിയൊന്നുമല്ല മുഖ്യമന്ത്രിയായിട്ട്. മുഖ്യമന്ത്രി ജനങ്ങളാണ് മുഖ്യമന്ത്രിയാക്കിയത്. ആ മുഖ്യമന്ത്രി ഭരിക്കുന്നതും ആ ഗവൺമെൻറ്റും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. അത് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. നല്ല അങ്ങ് ചെയ്തേച്ചാൽ മതി. ഇന്നത് അങ്ങ് ചെയ്തിട്ട് ഞങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് തമസ്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ഏത് ചെയ്താലും ശരി, അത് റിഫ്ലക്റ്റ് ചെയ്തില്ലേ സൊസൈറ്റിയിൽ? അത് ആര് തമസ്കരിക്കാൻ ആക്കും? മാധ്യമങ്ങളാണോ ചെയ്യേണ്ടത്? അപ്പോൾ മാധ്യമ പ്രചാരണം ഇഷ്ടം പോലെ നടത്തുന്നല്ലോ, അത് പോരെ? ഇനിയും വേണോ? ജനങ്ങളുടെ ചെലവിൽ ഇപ്പോൾ ധാരാളം നടത്തുന്നുണ്ടല്ലോ എല്ലാ TV ചാനലുകളിലും, അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ഒക്കെ ഇഷ്ടം പോലെ പരസ്യം കൊടുത്തേക്കല്ലേ. നമ്മളിവിടെ സ്വർഗം പൂങ്കാവനമാക്കിയെന്നുള്ളതല്ലേ നമ്മൾ കാണുന്നത്. അത് പോരെ? ഇതൊക്കെ മതിയല്ലോ ഇലക്ഷന് വേണ്ടി. ഇനി കൂടുതൽ എന്തിനാണ് ഉണ്ടാവുന്നത്? ഏതായാലും ഇതൊന്നും, നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും ശരി, അതാര് വിചാരിച്ചാലും തമസ്കരിക്കാൻ ഒക്കത്തില്ല. ഈ സത്യം എന്ന് പറയുന്നതിനൊരു ഇതുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. എത്ര കുഴിച്ചു മൂടിയാലും ഉണ്ടല്ലോ, സത്യം ഒരു ദിവസം പുറത്തു വരും. അപ്പം നമ്മൾ വിചാരിക്കേണ്ട എന്താണ്? ബഹുമാന്യനായ മുഖ്യമന്ത്രി വിചാരിക്കേണ്ടത്, ഞാൻ ചെയ്തേക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നല്ല കാര്യങ്ങൾ ആർക്കും കുഴിച്ചു മൂടാനും തമസ്കരിക്കാനൊന്നും പറ്റത്തില്ല. അതെന്നായാലും വെളിയിൽ വരും. നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് സ്വയം ആദ്യം ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക.